നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും നാം ഇതുവരെ മുക്തരായിട്ടില്ല. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി മനുഷ്യർ വീടും കുടുംബവും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഒട്ടും വിവാദം ഉണ്ടാക്കാത്ത രീതിയിൽ, പോരായ്മകൾ ഏറെ ഇല്ലാത്ത രീതിയിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു വിവാദമാണ് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ്സ് നടത്തിയിരുന്ന ഒരു ഭക്ഷണശാല. അതായത് ഈ ദുരന്തത്തിലും മറ്റും പെട്ട് ക്യാമ്പുകളിലേക്ക് മാറിയവർ, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഭക്ഷണം എത്തിക്കുന്ന ഒരു ഊട്ടുപുര കേരള സർക്കാർ ഇടപെട്ട് അടപ്പിച്ചു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ വിലാപങ്ങളും ഒക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. ഒന്നാമതായി പറയുന്നത് അത് ഒരു മുസ്ലിം എന്ന അവരുടെ സംഘടനയുടെ പേരിനൊപ്പമുള്ള മുസ്ലിം എന്നുള്ളതാണ് അത് അടച്ചുപൂട്ടാൻ കാരണമായിട്ടുള്ളത് എന്നൊരു വാദമാണ് ഒരു ഭാഗത്തുനിന്നും ഉയരുന്നത്. മറ്റൊന്ന്, ഇത് തികച്ചും രാഷ്ട്രീയമായ ഒരു പകപോക്കലാണ്, രാഷ്ട്രീയമായ കാരണത്താലാണ് ഇത് അടച്ചുപൂട്ടിയത് എന്ന് മറ്റൊരു വിഭാഗവും, അല്ലെങ്കിൽ ഇതേ വിഭാഗം തന്നെ ആരോപണം ഉന്നയിക്കുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നത്, ഈ കൂട്ടർ തന്നെയാണ് മറ്റൊരു വാദം എന്നത്, മുസ്ലിം ലീഗ് ഭക്ഷണപ്പുര അടച്ചതോടുകൂടി അവിടെയുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണമില്ലാതായി, ഭക്ഷണം ലഭിക്കാതായി, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം ലഭിക്കാതായി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ മറ്റൊരു വഴിക്ക് കൊഴുത്തു വരികയാണ്. ഇനി നമുക്ക് ഇതോരോന്നായി പരിശോധിക്കാം. എന്തുകൊണ്ടാണ് സർക്കാർ സന്നദ്ധ സംഘടനകളുടെ എല്ലാം തന്നെ ഭക്ഷണ വിതരണം വേണ്ട എന്ന് വെച്ചത്? തീർച്ചയായും ലോകത്തെ ഏതൊരു ഭാഗത്തും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ അവിടെ എത്തുന്ന ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് സർക്കാരോ സർക്കാർ ഇതര സംഘടനകളോ വ്യക്തികളോ അങ്ങനെ ആരായാലും ആദ്യം എത്തുന്ന ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. തുടർന്ന് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് അത് മാറ്റും. അതായത് അവിടെയുള്ള ഭക്ഷണ വിതരണം, രക്ഷാപ്രവർത്തനം, അവിടെയുള്ള ആളുകളെ താമസിപ്പിക്കൽ, അവർക്ക് ആവശ്യമായ വസ്തുക്കൾ നൽകൽ, അവരുടെ സംരക്ഷണം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയ ഒരു രീതിയിലേക്ക് മാറും. അത്തരത്തിൽ തന്നെയാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കൃത്യമായ എണ്ണം ആളുകളുള്ള ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ എണ്ണം ദുരിതാശ്വാസ പ്രവർത്തനം അവിടേക്ക് പോകുന്ന ആളുകളുടെ കണക്കുകൾ അവർ എടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയ ഒരു രീതിയിലേക്ക് ദുരന്തത്തിന്റെ ഏതാണ്ട് ഒരാഴ്ച അടുക്കുമ്പോൾ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു പൂർണ്ണമായി. ഇത്തരമൊരു ഘട്ടത്തിൽ അവിടെ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ ശുചിത്വം ഉറപ്പാക്കുക, അതിൽ നിന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ബാധ്യതയാണ്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന് സർക്കാർ അതിനുള്ള ചുമതല നൽകിയിട്ടുണ്ട്. അവിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നും വളരെ ആരോഗ്യപരമായ രീതിയിൽ ഭക്ഷണം നിർമ്മിച്ച് ആളുകൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മുസ്ലിം ലീഗ് നൽകുന്നത് ഭക്ഷണം അവർ ആരോഗ്യപരമല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നുമല്ല, മറിച്ച് ഇതൊരു സിസ്റ്റമാറ്റിക് ആയ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ ഉയരുന്ന ആരോപണങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല, ഏതൊരു സംഘടനയും അവിടെ മറ്റു ചില സ്വകാര്യ സംരംഭകർ, അതായത് ഷെഫ് പിള്ളയെ പോലുള്ള ആളുകൾ ഭക്ഷണം കൊണ്ടുണ്ടായിരുന്നു. അതുപോലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ പൊതുച്ചോറ് നൽകുന്നുണ്ടായിരുന്നു. ചില ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകൾ പള്ളികളുടെ ഒക്കെ നേതൃത്വത്തിലും അവിടെ ഭക്ഷണം എത്തുന്നുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഭക്ഷണ വിതരണം ഇപ്പോൾ അവസാനിപ്പിച്ച് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കിച്ചണിൽ നിന്നാണ് ഭക്ഷണം എത്തുന്നത്. ഇനി മുസ്ലിം എന്നുള്ള പേര് കൊണ്ടാണ് അവരുടെ ഭക്ഷണം ഒഴിവാക്കപ്പെട്ടത്. ഇത് പഴയിടം ഉണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല, പേരാണ് പ്രശ്നം എന്നൊക്കെ ചില ഇരവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിലവിൽ അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ മുസ്ലിം വിശ്വാസികൾ തന്നെയാണ്. അവർക്ക് മുസ്ലിം പേരുള്ള ഭക്ഷണം എത്തിക്കുന്നതിൽ എന്താണ്, അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്തിക്കുന്നതിൽ എന്താണ് അവിടെ ഒരു ഐക്യത്തിന്റെയും ജാതിവാദത്തിന്റെയും ഒക്കെ പ്രസക്തി എന്നുള്ളത് ഒട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധികളോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നാകെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണെന്നോ ഒന്നും ആർക്കും തന്നെ അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കൃത്യമായി
അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലെല്ലാം തന്നെ കൃത്യമായ അധികാര സ്ഥാനത്ത് ലീഗ് ഉണ്ടായിരുന്നു. ലീഗ് കേരളത്തിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അധികാര കൈകാര്യം ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെയാണ്. പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ലീഗിന്റെ അധ്യക്ഷന്മാരായിട്ടുള്ള പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് മതപരമായും സാമൂഹ്യപരമായും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും ശക്തിയുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ ആരോപിക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ഇവർ ഇത്തരം ഇരവാദം ഉന്നയിക്കേണ്ടിയിരുന്നത് ആമിഴഞ്ചാൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും വൃത്തികെട്ട തോട്ടിൽ അവിടെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ജോയ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി മരണപ്പെട്ടിരുന്നു. അയാൾ ഇവിടുത്തെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ദളിതർ ഇപ്പോഴും ഇത്തരം വൃത്തികെട്ട തോട്ടിലിറങ്ങി വൃത്തിയാക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം അന്നാരും ഉന്നയിച്ചതായി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് സോകോൾഡ് ആക്ടിവിസ്റ്റുകൾ തന്നെ. അവർ പേരിൽ മുസ്ലിം ഉണ്ട് എന്നതുകൊണ്ട് മുസ്ലിം ലീഗിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നു എന്ന തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തെ വാദം, മുസ്ലിം ലീഗിനോടുള്ള ഒരു രാഷ്ട്രീയമായ പ്രശ്നമാണ് ഇത് അവസാനിപ്പിക്കാനും. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഡിവൈഎഫ്ഐ പോലുള്ള ഇടതുപക്ഷ സംഘടനകളാണ് അവിടെ ഭക്ഷണം നൽകുന്നത്, ലീഗിന്റെ ഭക്ഷണം വേണ്ട എന്നാണ് സർക്കാർ തീരുമാനം എടുത്തിരുന്നതെങ്കിൽ നമുക്കതും വാദത്തിനെടുക്കാമായിരുന്നു. നിലവിൽ അതിനും പ്രസക്തിയില്ല. ഇതിനപ്പുറത്ത് എന്താണ് ഈ വിവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഇനി അടുത്ത ഒരു കാര്യം നോക്കൂ, അവിടെയുള്ളവർക്ക് ഭക്ഷണം തികയുന്നില്ല, അവിടെ വിതരണം ചെയ്തിരിക്കുന്ന ബ്രെഡ് പഴയതാണ്, ഇത് ലീഗ് നിർത്തിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെയുള്ള തികച്ചും അടിസ്ഥാനരഹിതവും എന്നാൽ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്നതുമായ ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്രാഹ്മണ്യവൽക്കരണം, ഭക്ഷണത്തിലെ ബ്രാഹ്മണ്യവൽക്കരണം തുടങ്ങിയ കടിച്ചാൽ പൊട്ടാത്ത ടേമുകളൊക്കെ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കുത്തിത്തിരിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉള്ളിടത്തെല്ലാം തന്നെ അത് പറയാതിരിക്കുന്ന ഒരവസ്ഥയും ഇവിടെ സംജാതമായിട്ടുണ്ട്. എന്തായാലും ലീഗിന്റെ ഭക്ഷണ വിലാപം കൊഴുക്കട്ടെ. അവിടെ ക്യാമ്പുകളിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായി ഭക്ഷണം ഉറപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചെയ്യാനുള്ളത്. അതല്ലാതെ ലീഗിന്റെ ഭക്ഷണ വിലാപം ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അതിൽ കഴമ്പുമില്ല. നന്ദി, നമസ്കാരം.